ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. നിലവിൽ ബിഗ് ബോസ് ഹൗസിനകത്തുള്ളത് 2 ഗ്രൂപ്പുകളാണല്ലോ. നിങ്ങൾക്ക് ഏതൊക്കെയാണെന്ന് അറിയാം. ക്യാപ്റ്റന്മാരുടെ ഗ്രൂപ്പായിട്ടുള്ള അക്ബർ, ആര്യൻ, നെവിൻ. പിന്നെ ഉള്ളത് ആദില, നൂറ, അനുമോൾ, പട്ടാ ഗേൾസ്. അപ്പൊ ഇവർ രണ്ടുപേരും ഓരോ സൈഡിലിരുന്ന് വീടിന്റെ ഓരോ അറ്റങ്ങളിൽ ഇരുന്നുകൊണ്ട് ഒരേപോലത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അക്ബർ പറയുന്നത് എന്തൊരു ക്യാരക്ടറാണ് ഇവിടെ ഉള്ളവർക്ക്, എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതേ സെയിം ഡയലോഗ് തന്നെ അനുമോൾ അപ്പുറത്തിരുന്നു എന്തൊരു ക്യാരക്ടറാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് എനിക്ക് രസകരമായിട്ടുള്ള ഒരു സംഭവമായിട്ട് തോന്നിയിട്ട് ഇപ്പൊ ലൈവിന് അത് കഴിഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ അക്ബറും ആര്യനും നെവിനും കൂടി ചർച്ചയാണ് കേട്ടോ. ക്യാപ്റ്റനെ ജയിലിൽ വിടാം, ക്യാപ്റ്റനെ ഒന്നും ജയിലിൽ വിടാൻ പറ്റത്തൊന്നുമില്ല എന്ന് നെവിൻ പറയുന്നു. നീ എന്തുട്ടാ ഇഷ്ടം പറയണേ, ക്യാപ്റ്റനെ ജയിലിലേക്ക് വിടാനൊക്കെ പറ്റും എന്ന് അക്ബർ തറപ്പിച്ച് പറയുന്നുണ്ട്. ആര്യനും പറയുന്നുണ്ട് ക്യാപ്റ്റനെ ജയിലിൽ വിടാനൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അക്ബർ തറപ്പിച്ച് പറയുന്നത് നിങ്ങൾ പറയാൻ വേണ്ടി പറയാതെ ക്യാപ്റ്റനെ ജയിലിൽ വിടാനായിട്ട് പറ്റും, ക്യാപ്റ്റൻ ആണ് ഈ ആഴ്ച ജയിലിൽ പോകുന്നത്, അപ്പൊ അതുകൊണ്ട് ക്യാപ്റ്റനെ ജയിലിൽ വിടാനായിട്ട് പറ്റും എന്ന് അക്ബർ പറയുന്നുണ്ട്. അക്ബർ ഏകദേശം ഈ ആഴ്ചത്തെ ജയില് ഉറപ്പിച്ചു കേട്ടോ. എനിക്ക് തോന്നുന്നു അവസാനത്തെ ജയിലാണെന്ന് തോന്നുന്നു ഈ സീസണില്. അത് അക്ബർ ആയിരിക്കും മിക്കവാറും. ആദ്യത്തെ തവണ അക്ബർ ജയിലിലേക്ക് പ്രവേശിക്കും. മിക്കവാറും കൂട്ടിന് ആര്യനും ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. അപ്പൊ ഇവര് ചർച്ച ചെയ്യുന്നുണ്ട് കിച്ചൺ ഏരിയയിൽ നിന്നുകൊണ്ട്. പിന്നെ അപ്പുറത്ത് പട്ടാ ഗേൾസ് തമ്മിൽ ചർച്ച ചെയ്യുന്നത്, പട്ടാ ഗേൾസിലെ 2 പേര് തമ്മിൽ ആദിലയും പിന്നെ അനുമോളും തമ്മിൽ ചർച്ച ചെയ്യുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദില പറയുന്നു ഇങ്ങനെ പണി കൊടുക്കാൻ മാത്രം അക്ബറിന് അറിയാം, അല്ലാതെ ഈ പണി ഏറ്റെടുത്ത് ചെയ്യാനുള്ളൊരു കഴിവോ സാമർഥ്യമോ ഒന്നും അക്ബറിനില്ല. ഈ PR അത് എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് ഗെയിം കളിക്കാൻ മാത്രം അക്ബറിനെ കൊണ്ട് പറ്റും, അല്ലാതെ വേറൊന്നും അക്ബറിന് അറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അനുമോൾ പറയുന്ന ശരിയാ, ഈ PR അവന് കൊടുത്താലും PR അവൻ കൊടുത്തു കഴിഞ്ഞാലും എത്രത്തോളം അവർക്ക് പണിയെടുക്കാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ ചെയ്താലല്ലേ പണിയെടുക്കാൻ പറ്റത്തുള്ളൂ എന്ന രീതിയിലൊക്കെ അനുമോള് പറയുന്നുണ്ട്. പിന്നെ അനുമോള് പറയുന്ന വേറൊരു കാര്യം, ഇന്നലെ ആ ഒരു പ്രസ് മീറ്റിംഗ് ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, മോർണിംഗ് ടാസ്ക് ആയിട്ട് ബിഗ് ബോസ് കൊടുത്തിരുന്നു. ആ ടാസ്കിന്റെ സമയത്ത് അനുമോള് ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങൾ ഇത്രയും ദിവസം ഇവിടെ നിന്നിട്ട് എന്ത് മെസ്സേജ് ആണ് പുറത്തേക്ക് കൊടുത്തതെന്ന്. ആ സമയത്ത് ബബ്ബ അടിച്ചില്ലേ എന്ന് അതിലെ ചോദിക്കുന്നുണ്ട്. ബബ്ബ അടിച്ചു, ഒന്നും ഇല്ല, അതുകൊണ്ടാണ് അവനൊന്നും പറയാത്തതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതായിരുന്നു ലൈവ് അപ്ഡേറ്റ്സ്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.